പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം പുരോഗമിക്കുകയാണ്. ധനുഷ്കോടിയിലെത്തിയ പ്രധാനമന്ത്രി രാമസേതു പ്രദേശം സന്ദർശിച്ചു. കോദണ്ഡരാമ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി പോയി. വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. വിനയ്, ഈ ക്ഷേത്രത്തിലൊക്കെ എത്ര സമയം പ്രധാനമന്ത്രി ചെലവഴിച്ചു? എപ്പോഴായിരിക്കും തിരിച്ച് മടങ്ങുക? പ്രധാനമന്ത്രി പൂജ അർച്ചന करते हुए പ്രജീഷ്, അല്പസമയത്തിന് തന്നെ പ്രധാനമന്ത്രി തമിഴ്നാട് സന്ദർശനം പൂർത്തിയാക്കി അയോധ്യയിലേക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് സന്ദർശനത്തിന് 3-ാം ദിനമാണ് അദ്ദേഹം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ധനുഷ്കോടിയിലെത്തിയത്. പ്രത്യേകിച്ച് രാമായണത്തിലൊക്കെ വളരെയധികം വിവരിക്കുന്ന ഒരു പ്രദേശമാണ് ധനുഷ്കോടി. യുദ്ധസമയത്ത് ഈ ധനുഷ്കോടിയിൽ നിന്നാണ് രാമസേതു ലങ്കയിലേക്ക് നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം. മാത്രമല്ല, രാവണനെ യുദ്ധത്തിൽ തോൽപ്പിക്കുമെന്ന് രാമൻ പ്രതിജ്ഞ എടുത്തതും പിന്നീട് യുദ്ധത്തിന് ശേഷം വിഭീഷണനെ ഈ പ്രദേശത്ത് വെച്ചാണ് ലങ്കയുടെ രാജാവായി രാമൻ വാഴിച്ചു. അത്രയൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഇന്ന് മോദി ആദ്യ ദിവസം 3-ാം ദിവസം സന്ദർശനം നടത്തിയത്. ഏറെ നേരം അവിടെ ചെലവഴിച്ച മോദി കടൽക്കരയിൽ ഏറെ നേരം ധ്യാനത്തിലിരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ധനുഷ്കോടിയിലെ ഏറെ പ്രശസ്തമായ കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ഇവിടെയും ദർശനം നടത്തിയ ശേഷം ഇപ്പോൾ മോദി മടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിന് തന്നെ ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് അയോധ്യയിലേക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മോദി രാമേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇവിടെ അഗ്നി തീർത്ഥത്തിൽ സ്നാനം നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇവിടുത്തെ 22 തീർത്ഥ സ്ഥലങ്ങളിൽ നിന്നും ഈ ജലം ശേഖരിച്ചിട്ടുണ്ട്. ഈ ജലവുമായിട്ടായിരിക്കും മോദി അയോധ്യയിലേക്ക് മടങ്ങി പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുക. എന്തായാലും 3 ദിവസം നീണ്ട സന്ദർശനമായിരുന്നു തമിഴ്നാട്ടിലേത്. പ്രത്യേകിച്ച് ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ മോദി മത്സരിക്കുമെന്നെല്ലാം വലിയ അഭ്യൂഹമുണ്ട്. ഈ രാമേശ്വര ക്ഷേത്രം നിലനിൽക്കുന്ന രാമനാഥപുരം ലോക്സഭ സീറ്റിലായിരിക്കും മോദി മത്സരിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാമേശ്വര ദർശനം, അതുപോലെ തന്നെ ട്രിച്ചി ശ്രീരംഗ ക്ഷേത്ര ദർശനം, ധനുഷ്കോടി ദർശനമെല്ലാം മോദി നടത്തിയത്. എന്തായാലും സന്ദർശനം പൂർത്തിയാക്കി അല്പസമയത്തിന് തന്നെ മോദി തമിഴ്നാട് സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. പ്രജീഷ്, ശരി.